ഹലോ, രാവിലെ എഴുന്നേറ്റപ്പോൾ പശുക്കളുടെ കളിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പശുക്കളിരുന്ന് മാറില്ല. അവറ്റങ്ങോട്ട് കളിക്കുക, അവനെ തൊടുക, അതിനെ പുല്ലിട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പശുവിനിട്ടിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ എടുത്താലോ എന്ന്. നമുക്കിന്നൊരു അട ഉണ്ടാക്കിയാലോ? അവന് ഭയങ്കര ഇഷ്ടമാണ് അട. അവന് നമുക്ക് അട ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആദ്യം പോയി വാഴയില വെട്ടിയെടുക്കണം. വാഴയില ഇവിടെ ഇല്ല, മാമൻ്റെ കൂടെ പോയിട്ട് വേണം വെട്ടാൻ. പിന്നെ നമുക്ക് അട ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും വെറുതെ ഏലക്കായും ശർക്കരയും കൂടി നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ, പിന്നെ കുറച്ച് അവിൽ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയിൽ അതൊക്കെ കൂടി നന്നായി കുഴച്ച് നന്നായി തിരുമ്പി എടുക്കണം. അപ്പോഴാണ് അതിലൊക്കെ നന്നായി ഇങ്ങനെ പിടിക്കുകയുള്ളൂ. അവിലൊക്കെ നനഞ്ഞിങ്ങനെ കുതിർന്ന പോലെയാണോ. അരിപ്പൊടി വേണം. അരിപ്പൊടി നന്നായി ഇങ്ങനെ വെള്ളം ചേർന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം പോലത്തെ കുഴച്ചെടുക്കണം. പിന്നെ ഇല കട്ട് ചെയ്തിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. കൈ മുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് നന്നായി പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ തേങ്ങയും ശർക്കരയും ഒക്കെ ഇല്ലേ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടയുടെ പരത്തൽ കഴിയും. അങ്ങനെ നമ്മൾ എല്ലാ അടയും പരത്തിയെടുത്തിട്ടുണ്ട്. ലാലുവിനൊരു കുഞ്ഞി അട ഉണ്ടാക്കിയിട്ടുണ്ട്. അവനെപ്പോഴും അട ഉണ്ടാക്കുമ്പോൾ ചെറിയ അട ഉണ്ടാക്കി കൊടുക്കും. അവന് നല്ല ഇഷ്ടമാണ്. അതാണ് ആദ്യം കഴിക്കുക. നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആ അട റെഡി ആയിട്ടുണ്ടോ? ലാലുവിൻ്റെ ചെറിയ അട. നമുക്കിത് ലാലുവിനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. സൂപ്പറാ.